Good morning, dears. Hope you all are fine. So let's continue with Aristotle's observations on poetry. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്നപ്പോൾ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തത് we just began with an introduction to Aristotle. He was the disciple of the very prized student of Plato. He was in Athens with Plato. And I just want to tell you one thing. നിങ്ങൾ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ബുക്കിൻ്റെ അതിൻ്റെ കവർ ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒത്തിരി തവണ കണ്ടിട്ടുള്ളൊരു പിക്ചർ ആയിരിക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള റാഫേലിൻ്റെ പെയിൻറ്റിംഗ് ആണത്. അതിൽ റിനൈസൻസ് പെയിൻറ്റർ ആയിട്ടുള്ള റാഫേലിൻ്റെ പെയിൻറ്റിംഗ് ആണ്. ആ പെയിൻറ്റിംഗ് ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ ആംസ് ഓഫ് ടു പേഴ്സൺസ്, പ്ലേറ്റോയുടെ ആം ആസ് വെൽ ആസ് അരിസ്റ്റോട്ടിൽസ് ആം. അതൊരു ഇൻ്റർപ്രിട്ടേഷൻ ആണ്. വി ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഈസ് കറക്റ്റ്, ബട്ട് വൈൽ ഗോയിങ് ത്രൂ ദ aspects and the major contributions as well as the thought given by these two philosophers നമുക്ക് കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നും. പ്ലേറ്റോ കൈ ഉയരത്തിലേക്ക് മുകളിലേക്ക് വെച്ചിട്ടാണ് ആ ചിത്രത്തിലുള്ളത്, വിച്ച് മീൻസ് ദാറ്റ് ഹി ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ ദ ഐഡിയൽ വേൾഡ് വിച്ച് ഇസ് നോട്ട് ഹിയർ. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ നമ്മൾ കാണുന്നതൊക്കെ ഇംപെർഫെക്ഷൻ ആണ്, ഷാഡോ ആണ്, റിയാലിറ്റി മറ്റെവിടെയോ ആണെന്ന് പറയുന്ന പ്ലേറ്റോയുടെ ആ ഒരു കോൺസെപ്റ്റ് കാണിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആംസ് മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് അതിൽ പിക്ചർ ചെയ്തിരിക്കുന്നത്. Whereas Aristotle, we can see his arm is shown downwards ഏകദേശം ഒരു താഴേക്ക് എന്നുള്ള പോലെ, ഇവിടെ ഈ പ്രസന്റിൽ എന്നുള്ള പോലെയാണ്, ഈ ഭൂമിയിൽ എന്നുള്ള പോലെയാണ് അതിൽ കാട്ടിയിരിക്കുന്നത്. സോ വിച്ച് ഷോസ് ദാറ്റ് ഹി ഫൈൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് ആർട്സ് ആൻഡ് ആർട്ടിസ്റ്റിക് എലമെന്റ്സ് ആസ് വെരി പ്യുവർ ആൻഡ് വെരി ഗുഡ് ആസ് വെൽ ആസ് പോസിറ്റീവ്. He considered it as ideal, or it gives a sort of pleasure than considering or than weighing morality just like his master. Just not like his master. അപ്പം മാസ്റ്ററിൻ്റെ പോലെ മൊറാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എങ്ങനെയാണ് കാണുന്ന കലയിൽ ആ ഒരു ഭംഗിയുള്ള കാര്യങ്ങൾ ആസ്വദിച്ചും അങ്ങനെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കാണാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിളായിട്ടുള്ള അരിസ്റ്റോട്ടിൽ ശ്രമിക്കുന്നത്. സോ വി ഹാഡ് സീൻ ദാറ്റ് എവിഡൻ്റ്ലി ഫ്രം ഹിസ് ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് ഹിസ് ഒബ്സർവേഷൻസ് ഓൺ പോയട്രി എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇമിറ്റേഷൻ ഒക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഒന്നുകൂടെ റീകോൾ ചെയ്യുകയാണെങ്കിൽ പ്ലേറ്റോ പറയുന്ന ആർട്ട് ഇസ് ആൻ ഇമിറ്റേഷൻ എന്നുള്ളത് അരിസ്റ്റോട്ടിൽ എഗ്രി ചെയ്യുന്നുണ്ട്. ഹി സേസ് ദാറ്റ് he too agrees that poet is imitating and it is twice removed from the reality. It is a copy of copy, but they are imitating the unreal life which gives a sort of universal truth. For that he gives the examples of comparing poetry with that of history, where he says that poetry speaks about what may happen and history always expresses what has happened. So poetry gives a kind of general idea which belongs to all things, all places and all persons, whereas history deals with only the particulars. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് ഇമിറ്റേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇമിറ്റേഷൻ ഇസ് ആൻ ഇൻസ്റ്റിങ്ക്ട്. ഇറ്റ് ഇസ് എ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ് ആൻഡ് വൈൽ ഇമിറ്റേറ്റിംഗ് വൺ വിൽ ഗെറ്റ് പ്ലെഷർ. A poet or an artist is a grown-up child, just like a child will learn many more things from the things around him through imitation. He began to speak, he began to know things, he began to learn conduct. Everything is done through imitation. So it is quite okay that a person, that a poet who is imitating, that imitation gives him a sort of pleasure. That is a quite okay thing എന്നാണ് അരിസ്റ്റോട്ടിൽ ആ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റും കൂടെ പറയുന്നുണ്ട്. നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഹാർമണി ആൻഡ് റിതം, അതിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, വിച്ച് ഹെൽപ്പ് ഹിം ടു ക്രിയേറ്റ് മെട്രിക്കൽ കോമ്പോസിഷൻ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഒരു ഹാർമണിയും ഒരു റിതവും ഉണ്ട്. അത് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു പോയറ്റ്, ഒരു ആർട്ടിസ്റ്റ് ഫോളോ ചെയ്യുന്നു എന്നും കൂടെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കുക. വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഇസ് ദ ഫങ്ഷൻ ഓഫ് പോയട്രി. അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട്, ഇറ്റ്സ് ഇമോഷണൽ അപ്പീൽ. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ഫങ്ഷൻ ഓഫ് പോയട്രി. എന്താണ് ഫങ്ഷൻ ഓഫ് പോയട്രിയിൽ പറയുന്നത്? Can you recall what Plato had already spoken about the function of poetry? He had made all the charges against poetry, and at the end of that part we had seen the function of poetry. What was that? According to Plato, art is to teach, isn't it? കലയെന്ന് പറയുന്നത് ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എ പോയറ്റ് ബിക്കംസ് എ ഗുഡ് ആർട്ടിസ്റ്റ് ഓൺലി ഇഫ് ഹി ഈസ് എ ഗുഡ് ടീച്ചർ. യെസ്, അതാണ് പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റിൽ കലയെ അല്ലെങ്കിൽ ബേസിക്കലി കവിതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കോൺസെപ്റ്റ് അതായിരുന്നു. കലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ടീച്ച് സംതിങ്. വാട്ട് ഓൾ തിങ്സ് ആർട്ട് ഷുഡ് സെർവ്
two things. What are those things? Mold a character as well as promote the welfare of a state or promote the welfare of a country. അപ്പോൾ സ്വയം നന്നാവണം, നാട് നന്നാക്കണം. ഈ രണ്ട് ധർമ്മങ്ങളും എന്ത് ചെയ്തിരിക്കണം? ഏതൊരു കാര്യത്തിലും ഈ രണ്ട് ഫങ്ഷൻസും ഉണ്ടായിരിക്കണം. പെർട്ടിക്കുലർലി ഹി സ്പീക്സ് അബൌട്ട് ആർട്ട്. നമ്മുടെ ആർട്ടിന്റെ ഭാഗത്ത് കാണുന്നതും ഈ രണ്ട് ഫങ്ഷൻസും നിറവേറ്റിയിരിക്കണം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഫങ്ഷൻ ആണോ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. From what Aristotle says above, it is clear that he envisages pleasure as the end of poetry. Just think about Aristotle, who is the disciple of Plato. He says that pleasure as the end of poetry. What should be the end result of poetry, or what should be the end result of an art? ഒരു ഭംഗിയുള്ള ചിത്രം കാണുമ്പോഴോ, ഒരു നല്ല മനോഹരമായിട്ടുള്ള ഗാനം കേൾക്കുമ്പോഴോ, ഒരു നൃത്തം കാണുമ്പോഴോ അതിൻ്റെ അവസാനോ അതിൻ്റെ ഒടുക്കം എന്തായിരിക്കണം ഒരാൾക്ക് കിട്ടേണ്ടത്? മോറൽ മെസ്സേജോ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാമെന്നോ അയാളുടെ ക്യാരക്ടർ നന്നാക്കാനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല കിട്ടേണ്ടത്. ആസ്വാദനമായിരിക്കണം. അത് കണ്ട് അയാൾക്ക് രസിക്കാൻ പറ്റണം. അത് കണ്ട് അയാൾക്ക് ഒരു സുഖം കിട്ടണം. അയാൾക്ക് അതിൽ നിന്നൊരു ഒരു നല്ല കല കണ്ടു കഴിയുമ്പോൾ അതിൽ നിന്ന് സന്തോഷം കിട്ടണം. പ്ലെഷർ ആസ് ദ എൻഡ് റിസൾട്ട് ഓഫ് പോയട്രി. So where we can see that in his master Plato he resulted, or he had given the rank of pleasure at the lowest. ഏറ്റവും ഒടുവിൽ മതി പ്ലെഷർ എന്നാണ് മാസ്റ്റർ പറഞ്ഞതെങ്കിൽ പ്ലെഷർ ആയിരിക്കണം ആദ്യം കിട്ടേണ്ടത്. അല്ലെങ്കിൽ ആർട്ട് ഇസ് ടു പ്ലീസ് എന്ന കോൺസെപ്റ്റാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇറ്റ്സ് വെരി ഈസി ടു റിമെമ്പർ ദീസ് ടു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് പുട്ട് ഫോർവേഡ് ബൈ ദ ടു ഗ്രേറ്റ് ഫിലോസഫേഴ്സ്. ഒരു റൈമിംഗ് ആയിട്ട് പഠിക്കാം. ആർട്ട് ഇസ് ടു ടീച്ച് Plato, art is to please Aristotle. Okay, അപ്പോൾ അത് രണ്ട് ഓർത്ത് വയ്ക്കുക, രണ്ട് പോയിന്റ് ഓർത്ത് വയ്ക്കുക. It is true that he makes no categorical statement to this effect anywhere in poetics, but the implication everywhere is that the function of poetry, as of the other fine arts, is to please. അപ്പം നമുക്കത് ഒറ്റ ചെറിയൊരു ഇതായിട്ട് പറയാം. അവസാനത്തെ ആ ഒരു ഫ്രേസ് മാത്രം എടുത്തിട്ട് പറയാം. ആർട്ട് ഇസ് ടു പ്ലീസ്. കലയെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? ആൾക്കാർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ആൾക്കാർക്ക് മൊറാലിറ്റി കൊടുക്കാനോ റീസൺ കൊടുക്കാനോ ചിന്തിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതൊന്നും ആവരുത്. എങ്ങനെയുള്ളതായിരിക്കണം? അവർക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ്. ദ വെരി ടു ഇൻസ്റ്റിങ്സ് ഓഫ് ഇമിറ്റേഷൻ ആൻഡ് ഓഫ് ഹാർമണി ആൻഡ് റിതം ഫ്രം വിച്ച് ഇറ്റ് സ്പ്രിങ്സ് ആർ ഇൻഡൾജ്ഡ് ഇൻ ഫോർ ദ പ്ലെഷർ ദേ ഗിവ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ മറ്റ് രണ്ട് ഇൻസ്റ്റിങ്റ്റുകളെയും കൂടെ അവിടെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഇൻസ്റ്റിങ്റ്റുകളാണ് ഹാർമണി ആൻഡ് റിതം. അപ്പം ഇത് രണ്ടും കൂടെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും എന്ത് തരുന്നു? അത് നമുക്ക് പ്ലെഷർ തരുന്നു. Their outcome poetry should be pleasing, likewise pleasing both to the poet and to the reader. അപ്പോൾ ഒരു നല്ല കലാസൃഷ്ടി നമുക്ക് സമ്മാനിച്ചു കഴിയുമ്പോൾ അവിടെ രണ്ട് കൂട്ടർക്കും ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം, രണ്ട് കൂട്ടർക്കും പ്ലെഷർ ഉണ്ടായിരിക്കണം. വൺ ദ ക്രിയേറ്റർ ആസ് വെൽ ആസ് ടു ദ പേഴ്സൺ ഹു ഈസ് പെർസീവിങ് ഇറ്റ്. ആരാണോ അത് കാണുന്നത്, ആരാണോ അത് കേൾക്കുന്നത്, ആ കേൾക്കുന്ന ആൾക്കും ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രം വരയ്ക്കുന്ന ചിത്രകാരനും അത് കാണുന്നൊരു പ്രേക്ഷകനും ഒരുപോലെ തന്നെ സന്തോഷം ലഭിക്കണം. ഒരു ഗാനം കേൾക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന ആസ്വാദകനും ആ ഗാനം ചിട്ടപ്പെടുത്തിയ രചിച്ച ആൾക്കും ഒരുപോലെ സന്തോഷം കിട്ടിയിരിക്കണം. പ്ലീസിങ് ബോത്ത് ടു ദ പോയറ്റ് ആൻഡ് ടു ദ റീഡർ. നെഗറ്റീവ്ലി അരിസ്റ്റോട്ടിൽ nowhere states like Plato that the function of poetry and the other sister arts is to teach. എവിടെയും അരിസ്റ്റോട്ടിൽ പറയുന്നില്ല പ്ലേറ്റോ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? ടീച്ചിങ് ആയിരിക്കണം ചെയ്യേണ്ടത്. ആർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പോയട്രിയെ പോലെ തന്നെയുള്ള മറ്റ് ഫൈൻ ആർട്സുകൾ നമ്മൾ കണ്ടിരുന്നു. പെയിന്റിങ് ഓർ സ്കൾപ്ചർ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? പ്ലീസ് ചെയ്യുക, പ്ലെഷർ ഗിവിങ് ആയിരിക്കണം, നോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ. Teaching, however, is not overruled out if it is incidental to the pleasure it gives. Such pleasure should even be regarded as superior to all others because it serves a dual purpose, that of itself and of civic morality. അപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് പ്ലീസിങ് ആയിട്ട് തോന്നി, അതോടൊപ്പം തന്നെ അതെന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പക്ഷി ഒരു ഒടിഞ്ഞ കമ്പിലിരിക്കുന്ന ചിത്രം നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരേ സമയം ആ ചിത്രം വളരെ പ്ലീസിങ് ആയി തോന്നുകയും ഒടിഞ്ഞ മരക്കൊമ്പോ ചില്ലയോ കാണുമ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു
വനം അല്ലെങ്കിൽ ആ ഒരു ഡിഫോറസ്റ്റേഷനെ കുറിച്ച് നമുക്ക് ഒരു തോട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. Such art is great, or of it is ranked as higher according to Aristotle, because it serves two purpose. It serves a dual purpose. അത് രണ്ട് ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഒന്ന് കലയുടെ മുഖ്യമായ ധർമ്മമായിട്ടുള്ള ആസ്വാദനവും, രണ്ട് അതോടൊപ്പം അതെന്തോ നമ്മളെ ചിന്തിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെക്കുന്ന പ്രകൃതിയോട് ചെയ്യുന്ന മുറിവുകളോ ഒക്കെ അതും കൂടെ അതിൻ്റെ ഒപ്പം നമ്മളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത്തരം കലയെ പ്രകീർത്തിക്കാതെ വയ്യ. ദോസ് ആർട്ട് ഇറ്റ് ഈസ് സുപ്പീരിയർ ടു ഓൾ അതേഴ്സ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കലകളെ അദ്ദേഹം സുപ്പീരിയർ ആയിട്ട് ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് മോർ ഓവർ ദാറ്റ് ഹി എംഫസിസ് ഓൺ ദ പ്രൈമറി റിസൾട്ട് ഓഫ് ആർട്ട്, ദാറ്റ് ഇസ് ടു പ്ലീസ്, നോട്ട് ലൈക്ക് ഹിസ് മാസ്റ്റർ ഹു സെഡ് ദാറ്റ് ആർട്ട് ഇസ് ടു ടീച്ച്. So here we can see that Aristotle is partly agreeing as well as partly disagreeing with Plato by saying that ഇങ്ങനെ കലയെന്ന് പറയുന്നത് പ്രാഥമികമായിട്ടും it should give a kind of pleasure, or the end result of poetry or of any other fine arts, it is to please. But such art is graded as superior. Which kind of arts? The arts that serves the dual purpose. That means it gives pleasure as well as if it is teaching it, if it is instructing something to the observer or something to the perceiver, such art is considered as superior according to Aristotle. അപ്പോൾ പ്ലേറ്റോ പറഞ്ഞത് രണ്ടാമത്തെ ആ ഒരു കാര്യം മാത്രമാണ്, ഇൻസ്ട്രക്ട് ചെയ്യുന്ന കല മാത്രമാണ് ഗുഡ് എന്ന് അദ്ദേഹം പറയുന്നു. അത് മാത്രമാണ് ഒരു സിവിക് മൊറാലിറ്റിയെ, ഒരു സൊസൈറ്റിയെ ബെറ്റർ ആക്കാനായിട്ട് നല്ലതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം മോശമാണെന്ന് പറഞ്ഞ പ്ലേറ്റോയുടെ ഒരു ആസ്പെക്റ്റിന് അദ്ദേഹം പാർട്ട്ലി എഗ്രി ചെയ്യുന്നുണ്ട്, പാർട്ട്ലി ഡിസഗ്രീ ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കാണാൻ പറ്റും. ബട്ട് നമ്മൾ ഒരു ഒറ്റ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അരിസ്റ്റോട്ടിൽ, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ദ എൻഡ് റിസൾട്ട് ഓഫ് പോയട്രി ഈസ് ടു പ്ലീസ്, ഓർ ആർട്ട് ഇസ് ടു പ്ലീസ്. വി ക്യാൻ മൂവ് ഓൺ ടു ദ തേർഡ് പോയിന്റ്, ഇറ്റ്സ് ഇമോഷണൽ അപ്പീൽ. Here we can see the third point as its emotional appeal. അപ്പോൾ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പ്ലേറ്റോയിൽ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? ഇറ്റ് അഫക്ട്സ് ദ ഹാർട്ട് റാദർ ദാൻ ദ ഇന്റലക്ട്, അല്ലെ? ഇമോഷനെയാണ് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. അതോടൊപ്പം we had seen that while seeing the tragic life of other persons, what will happen, we couldn't restrain our own emotions എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആ ഒരു ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രിയിൽ കണ്ടതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സഫറിങ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇഫ് യു ആർ സീയിങ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ കരയുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള കലയെ ഇങ്ങനെ കണ്ടു വരുമ്പോൾ it has got baneful effects on human beings or on the spectators. What will happen? It is not easy to restrain it in the case of our own sufferings. അപ്പോൾ നമുക്ക് ചെറിയ കാര്യം വരുമ്പോൾ തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായിട്ട് മാറും. സോ എന്തൊക്കെയാണോ ഒരു ധർമ്മം, കലയുടെ ധർമ്മം നമ്മളെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഇത്തരത്തിലുള്ള കല കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് മനുഷ്യരുടെ ഈ ഫീലിങ്സിനെയൊക്കെ റോസ് ചെയ്യിക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് വളം ഒഴിച്ച് കൊടുക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എതിർത്ത് കണ്ടിരുന്നു. ഇവിടെ നമുക്ക് അരിസ്റ്റോട്ടലിന്റെ കോൺസെപ്റ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹി സ്പീക്സ് അബൌട്ട് ടു മെയിൻ ഇമോഷൻസ് ദാറ്റ് വിൽ ബി അറോസ്ഡ് വൈൽ സീയിങ് ട്രാജഡി. ട്രാജഡി എന്ന് പറയുന്ന നാടകകല കണ്ടു കഴിയുമ്പോൾ എറോസ് ആവേണ്ട രണ്ട്, നമ്മുടെ ഭരതമുനിയുടെയൊക്കെ വാക്കുകൾ പറയുകയാണെങ്കിൽ രണ്ട് രസങ്ങൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിറ്റി ആൻഡ് ഫിയർ, ടു ഇമോഷൻസ്. ഈ രണ്ട് ഇമോഷൻസ് ആണ് നമുക്ക് ട്രാജഡി കണ്ടു കഴിയുമ്പോൾ ഇറോസ് ആവുന്നത്. ആൻഡ് ട്രാജഡി അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പോയട്രി. എന്താണ് ട്രാജഡി എന്നുള്ളതിന്റെ ഒറിജിൻ നമുക്ക് വഴിയെ പറഞ്ഞു തരാം. ജസ്റ്റ് കൺസിഡർ these two emotions in your mind. ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രിയിൽ അരിസ്റ്റോട്ടിൽ എടുത്തു പറയുന്ന കാര്യം ഇതാണ്. ട്രാജഡി എന്ന് പറയുന്ന ഹയസ്റ്റ് ഫോം ഓഫ് പോയട്രി, വൈൽ ഒബ്സർവിംഗ് ഇറ്റ് ഷുഡ് എറോസ്. എ പെർഫെക്റ്റ് ട്രാജിക് പ്ലേ ഷുഡ് എറോസ് ദീസ് ടു ഇമോഷൻസ് വിച്ച് ആർ ദേ പിറ്റി ആൻഡ് ഫിയർ. ആൻഡ് എങ്ങനെയാണ് ഈ പിറ്റിയും ഫിയറും ഉണ്ടാവുന്നത്? ഒരു ദുരന്ത സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പിറ്റിയും ഫിയറും ക്രിയേറ്റ് ചെയ്യുന്നത്? പിറ്റി എന്താണ്?
സഹതപിക്കുക അല്ലെ. എങ്ങനെയാ സഹതാപം ഉണ്ടാവും നമുക്ക്? വൈൽ സീയിങ് ദ അൺഡിസേർവ്ഡ് സഫറിങ്സ് ഓഫ് ദ ഹീറോ. അയാളുടെ തെറ്റുകൊണ്ടല്ലാതെ അയാൾക്ക് സംഭവിക്കുന്ന, ഇപ്പോൾ ചിലപ്പോൾ ചെറിയൊരു കയ്യബദ്ധം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു കുറവ്, വീക്ക്നെസ് അയാളുള്ളതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ എല്ലാവരും ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ടോ, അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്തിട്ടൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ കഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും, എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടൊക്കെയോ. സോ വൈൽ സീയിങ് ഹിസ് അൺഡിസേർവ്ഡ് സഫറിങ്സ്, ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ട ആളല്ലായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ള ഇതിൽ നമുക്ക് അയാളോട് തോന്നുന്ന സഹതാപവും, ആസ് വെൽ ആസ് ദ ഫിയർ ഓഫ് ദ വേഴ്സ്റ്റ് ദാറ്റ് മേ ബിഫോൾ ഹിം, എന്താവും ഇനി അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുന്ന ഭയവും, ഫിയറും. ഇങ്ങനെ 2 ഇമോഷൻസ് ആയിരിക്കണം ട്രാജഡി കണ്ടു കഴിയുമ്പോൾ എറോസ് ആവേണ്ടത് എന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. സോ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്നുള്ള ഭാഗത്ത് ഹി മെൻഷൻസ് അബൌട്ട് 2 main emotions, or that should be the end result of watching a tragedy. It should arouse the emotions or feelings of pity and fear. Pity by seeing the undeserved sufferings of the hero, as well as fear by having a fear aroused out of the worst or the tragedy that is intended to befall on him, or that may befall on him എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഈ ഭാഗത്ത് പിറ്റി ആൻഡ് ഫിയർ എന്ന് പറയുന്ന ആ ഇമോഷൻ എറോസ് ആവുന്നിടത്ത് നമ്മുടെ പോയിന്റ് കഴിയുന്നില്ല. നമ്മുടെ ഏറ്റവും കീ പോയിന്റ് വരാൻ പോകുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് കഥാസിസ്. വാട്ട് ഈസ് കഥാസിസ്? ഇപ്പം നമ്മൾ പറഞ്ഞു, ഒരു ട്രാജഡി കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിറ്റി, ഫിയർ എന്ന് പറയുന്ന 2 ഇമോഷൻസ് എറോസ് ആവും എന്ന് പറഞ്ഞു. So Plato, his master, has said that if we let our own sense of pity grow strong, he say, by feeding upon the griefs of others, it is not easy to restrain it in the case of our own sufferings. അപ്പം മറ്റുള്ള ആൾക്കാരുടെ ഈ ചെറിയ ചെറിയ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ഈ പറയുന്നത് കലയിലാണ് കാണുന്നത്. നാടകങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ വിഷമിക്കാനും സങ്കടപ്പെടാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സഫറിങ്സ് വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ, റിസ്ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ആര് പറഞ്ഞത്? പ്ലേറ്റോ പറഞ്ഞത്. അപ്പം അരിസ്റ്റോട്ടലിന് അങ്ങനത്തെ പേടിയൊന്നുമില്ല. Aristotle says that, or his view of arousing these 2 feelings has an end result which is called as purgation or catharsis. നമുക്കിവിടെ കുറച്ച് ടേംസ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഭാഗത്തൊക്കെ. കഥാസിസ്, ഹമേഷ്യ, പെരിപെറ്റിയ, അനഗ്നോറിസിസ്, all these are Greek terms. Okay, since we are dealing with the Greek philosophers and the Greek tragedy, the origin of drama and all that, we can see a lot of such terms which should be noted as important. Okay. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കീ ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ പിറ്റി, ഫിയർ, എന്തിൽ റിസൾട്ട് ചെയ്യുന്നു? പർഗേഷൻ ഓർ കഥാസിസിൽ റിസൾട്ട് ചെയ്യുന്നു. എന്താ പർഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പർഗേറ്ററി. There is a small gap between heaven and hell which is called as purgatory. കൊച്ചു പാപങ്ങൾ ചെയ്ത ആൾക്കാരെ എന്ത് ചെയ്യും? പർഗേറ്ററിയിൽ കൊണ്ടുപോയിട്ടിടും. എന്നിട്ട് അവർ മെല്ലെ കുറച്ച് നാളത്തെ അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പ്രാർത്ഥിക്കും. മെല്ലെ അവർ അവിടെ തെറ്റുകൾ, കുറച്ച് ചെറിയ തെറ്റുകളല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചു കഴിയുമ്പോഴത്തേക്കും they will go on to heaven. That is called as ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയും. പർഗേഷൻ ഓർ പ്യൂരിഫിക്കേഷൻ. ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു സൈക്കോളജിയൊക്കെ ഡീൽ ചെയ്യുന്ന ടോപ്പിക്കുകൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു കണക്ഷനും കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. വി ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. സോ എവറി ബോഡി ഹാസ് ഒക്കേഷൻസ് ഓഫ് ഫിയർ ആൻഡ് പിറ്റി ഇൻ ലൈഫ്, റൈറ്റ്? എല്ലാവരുടെ ലൈഫിലും ഇതുപോലെ പിറ്റിയും ഫിയറും ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഒരു ഇത് സംഭവിക്കോ ഇല്ലയോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കും. ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് കൂടി ഇറ്റ് ഹാഡ് ബിക്കം ആൻ ഏലിയൻ മാറ്റർ ഇൻ ദ സോൾ. അപ്പം ഈ സോളിന് ഒന്ന് ക്ലീൻ ചെയ്യണം, ഒന്ന് ക്ലെൻസ്ഡ് ആയിട്ട് മാറണം, അല്ലേ? നമ്മൾ കുറേ അഴുക്കായി കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്ന പോലെ നമ്മുടെ മൈൻഡും സോളും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നമ്മുടേതല്ലാത്ത സഫറിങ് നമ്മൾ ട്രാജഡിയിൽ പോയിട്ട് കാണുമ്പോൾ, അതായത് നാടകം പോയി കാണുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ആൾക്കാർ ആരാണ്? നമ്മളുടെ സ്വന്തം ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളോ അല്ല. ദേ ഓൾ ആർ ക്യാരക്ടേഴ്സ്. അപ്പം ഇത് പോയിരുന്ന് കാണുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ? അവരുടെ സഫറിങ്സ് നമ്മൾ കാണുന്നു, എന്നാൽ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് അവർ ഓൺ സഫറിങ്സ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഈ അധീകരിച്ച് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏലിയനായിട്ടിരിക്കുന്ന പിറ്റിയും ഫിയറും എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഫൈൻഡ് എ വേ ടു
ഇറ്റ് വിൽ ഫൈൻഡ് എ ഫ്രീ ഔട്ട്ലെറ്റ് ടു ബി റിലീവ്ഡ്. അങ്ങനെ നമ്മുടെ മൈൻഡിലുള്ള എക്സസീവായിട്ട് വന്നിരിക്കുന്ന ഈ ഫിയറും പിറ്റിയും എന്ന് പറഞ്ഞ രണ്ട് ഇമോഷൻസ് എന്തായിട്ട് മാറുന്നു? അതങ്ങ് ചാനലൈസ്ഡ് ആയിട്ട് ഒഴുകിപ്പോകുന്നു. അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരയുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. പിറ്റിയും ഫിയറൊക്കെ എറോസായി വാട്ട് വിൽ ഹാപ്പൻ? അവസാനം നമ്മളങ്ങ് ക്ലെൻസ്ഡ് ആയിട്ട് മൈൻഡ് ക്ലിയർ ആയിട്ടാവും ആ നാടകം കഴിയുമ്പോൾ അവിടെ നിന്ന് പോരുന്നത്. ആൻഡ് വി നോ ദാറ്റ് വി ഹാഡ് സീൻ എ ഡ്രാമ. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ട്രാജിക് ടെയിൽ, ഇറ്റ് ഈസ് നോട്ട് എ റിയൽ തിങ്. So, in a body or in a person, these two emotions when go on accumulating, what will happen? നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഫിയറും പിറ്റിയും, നോർമലായിട്ട് എല്ലാവർക്കും ഉള്ള ഇമോഷൻ കൂടാതെ ഇത് ഭയങ്കര അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൻ ബോഡിയെ മൈൻഡിനെയും എഫക്റ്റ് ചെയ്യും അല്ലേ? ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇമോഷൻ മാത്രം എപ്പോഴും ഭയന്നിരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാൽ എങ്ങനെയാവും? എപ്പോഴും എല്ലാവരോടും. അപ്പോൾ അങ്ങനെ പാടില്ലല്ലോ, എല്ലാ ഇമോഷനും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകണ്ടേ. അപ്പം ഇങ്ങനെ ഈ ഫിയറും പിറ്റി പോലുള്ള ഇമോഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു ഏലിയൻ മാറ്ററായിട്ട് സോളിൽ വരും. അപ്പോൾ അങ്ങനെ ഏലിയൻ മാറ്ററായിട്ട് വരുമ്പോൾ ഇതിനെ ചാനലൈസ് ചെയ്ത് കളയണം, ഇതിനെ ഒഴുക്കി കളയണം. ഹോപ്പ് യു റിമെമ്പർ പ്ലേറ്റോസ് കോൺസെപ്റ്റ് അബൌട്ട് ട്രാജിക് പ്ലഷർ. വെൻ the emotions, anger, envy and all that, when indulge in excess, it gives a sort of pleasure എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ വേറൊരു ഭാഗമായിട്ടാണ് ഇവിടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ട്രാജഡി നമ്മുടെ മുന്നിൽ കാണുമ്പോൾ, വൈൽ സീയിങ് എ ഡ്രാമ, വൈൽ സീയിങ് എ ട്രാജഡി, വാട്ട് വിൽ ഹാപ്പൻ? വി നോ ദാറ്റ് വി ആർ നോട്ട് സീയിങ് അവർ ഓൺ സഫറിങ്സ് ബട്ട് ഓഫ് സമൺ എൽസ്. വേറൊരാളുടെ കഥയാണ് കാണുന്നത്, വേറൊരാളുടെ ലൈഫിൽ ട്രാജഡിയാണ് കാണുന്നത് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് നമ്മളത് കാണുകയും, അതേസമയം അത് കണ്ടു കഴിയുമ്പോൾ പിറ്റി, ഫിയർ എന്ന് പറയുന്ന ടു ഇമോഷൻസ് എറോസ് ചെയ്യുകയും, അത് എറോസ് ചെയ്ത് അവസാനം അതങ്ങ് ചാനലൈസ്ഡ് ആയിട്ട് പോവുകയും ചെയ്യും. കുറെ കരഞ്ഞു കഴിയുമ്പോൾ മൈൻഡ് റിലാക്സ്ഡ് ആവുമെന്ന് പറഞ്ഞതുപോലെ ഈ എക്സസീവായിട്ട് നിൽക്കുന്ന പിറ്റിയും ഫിയറും മുന്നിൽ കാണുന്ന ആൾക്കാരുടെ സഫറിങ്സും അവരുടെ ആ ഒരു പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങ് ചാനലൈസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ട്രാജഡി കണ്ട് ഇറങ്ങുന്ന ആളുടെ മൈൻഡ് എങ്ങനെയുള്ളതായിരിക്കും? പ്യൂരിഫൈഡ് ആയിരിക്കും, ക്ലെൻസ്ഡ് ആയിരിക്കും. അതിനെയാണ് കഥാസിസ് എന്ന വാക്കുകൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിച്ചത്. He says that it is a kind of purification of the mind, a kind of cleansing. അപ്പോൾ എന്താണ് ട്രാജഡി ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. While Plato said that while seeing the tragedy of other person, it won't help a person to dry off his own emotions or his own sorrows and sufferings, whereas it will water it. The emotional appeal of poetry is not harmful, as Plato believed, but health-giving and artistically satisfying. അപ്പോൾ ഒരേ സമയം തന്നെ കണ്ട് ആസ്വദിക്കാനും പറ്റുന്നു, മറ്റൊരു കാര്യം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, മറ്റൊരു വശം ചിന്തിക്കുകയാണെങ്കിൽ അത് മെൻ്റലി ക്ലെൻസ്ഡ് ആക്കുന്നു, കാമാക്കുന്നു, ഹാപ്പിയാക്കി മാറ്റുന്നു. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. പിറ്റി ആൻഡ് ഫിയർ എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഇതാണ്. ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്നുള്ള പോയിന്റിലാണ് നമ്മളിത് കണ്ടത്. ദാറ്റ് ഈസ് ദ ട്രാജഡി which is considered as the highest form of poetry according to Aristotle. It should arouse the feelings of pity and fear, and this pity and fear is harmful as Plato believed, but Aristotle says that no, he doesn't have such a fear. He says that it will arouse a kind of purification or purgation, or in his term it is called as catharsis, because everyone will have a kind of fear or pity in life, or occasions of fear and pity in their life. When they go on accumulating, it will create a kind of imbalance in a body, so one has to get rid of it. So while seeing a tragedy which is not of our own, it will help to create a kind of free outlet, thereby cleanse the mind and soul. So the emotional appeal of poetry is not at all harmful according to Aristotle, whereas it becomes a kind of health-giving and artistically satisfying one. Okay. സോ ഈ രണ്ട് പോയിന്റാണ് നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത്. ഒബ്സർവേഷൻസ് ഓൺ പോയട്രിയിൽ നമ്മളിപ്പോൾ 3 പോയിന്റ്സ് കണ്ടു. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാഡ് സീൻ ദ നേച്ചർ ഓഫ് പോയറ്റിക് ആർട്ട്, ഓർ വി ഹാഡ് സീൻ പോയട്രി, ഹിസ്റ്ററി ആൻഡ് ഓൾ ദാറ്റ്. Function of poetry, we had seen that the end result of poetry or of any other fine arts should be pleasing, pleasure as the end result. And emotional appeal of poetry, 3 keywords: pity, fear and catharsis. Okay. ഇമോഷൻസ് അറോസ് ചെയ്യേണ്ടത് പിറ്റിയും ഫിയറും ആണ്. അത് എന്ത് ഇഫക്റ്റ് ആയിരിക്കണം ഒരാൾക്ക് കൊടുക്കേണ്ടത്?
കഥാസിസ് ഇഫക്റ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. കഥാസിസ് ഇഫക്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഹീറോയുടെ അൺഡിസേർവ്ഡ് സഫറിങ്സ് ആ ഭാഗമൊക്കെ നമുക്ക് ട്രാജഡി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. Let's go on with Aristotle's tragedy and its origin and its important parts, the very core of this chapter, in the next class onwards. All of you be safe, go through the portions. See you in the next class. Till then, take care. Bye.